समाज नहीं है। बीजेपी पूरा हिंदू समाज नहीं है, आरएसएस पूरा हिंदू समाज नहीं है। पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है। नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, बीजेपी पूरा हिंदू समाज नहीं है। The Prime Minister, of course, who has a direct connection with God. Yes, the Paramatma speaks to Modi ji's Atma directly. Unlike with all humans, we are all biological. We are born, we die, but the Prime Minister is a non-biological being. And the Prime Minister says Gandhi is dead. And Gandhi was revived by a movie. I mean, can you understand the ignorance? That Gandhi is dead and a movie. ഇതാണ് പ്രതിപക്ഷം. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യം കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദവും ഇത് തന്നെയാണ്. നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന്. പൊതുവാൾജി എനിക്കിനെ ചോര കളയുന്നുട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം, അതായത് BJP ഭരണത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന കഴിഞ്ഞ 10 വർഷത്തിൽ ലോക്സഭയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശബ്ദത്തിന് മുകളിൽ മറ്റൊരു ശബ്ദം ഉയർന്നു കേട്ടിരുന്നില്ല. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടുഞ്ഞാൻ. ജയ് ശ്രീറാം വിളികളിൽ തിങ്ങി നിറഞ്ഞ ലോക്സഭാ സമ്മേളനങ്ങളായിരുന്നു കഴിഞ്ഞ 10 വർഷവും നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കഥ മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ കസറിയിരിക്കുകയാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിറപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്റെ എല്ലാ മാനവും പോയി. നരേന്ദ്രമോദി ഹിന്ദുക്കളുടെ പ്രതിനിധിയല്ല, BJP ഹിന്ദുക്കളുടെ പ്രതിനിധിയല്ല, RSS എന്ന് രാഹുൽ ഗാന്ധി സഭയിൽ ഉറക്കെ വിളിച്ചു പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. ഈ സമൂഹത്തിൽ എനിക്കുള്ള വില അതിനെ കുറിച്ച് ചിന്തിച്ചോ? സമൂഹത്തിൽ നിനക്ക് എന്നാ വിലയാടാ? റോമാക്കുട്ടിയെ എത്ര എണ്ണം കൊടുത്തറ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അത് പോരായിരുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.